പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. തർക്കമുള്ള സീറ്റുകളിൽ നേതാക്കളുമായി കൂടിയാലോചന നടത്തും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയും ഇന്ന് ഉണ്ടാകും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അൻഫിൽ ഡിസൂസയാണ് നൽകുക. അൻഫിൽ, വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കൃത്യതയായിരിക്കുമല്ലോ ആ കാര്യത്തിൽ. തീർച്ചയായും. കാരണം കോൺഗ്രസ് UDF ഒരു ടീം UDF എന്ന രീതിയിൽ അവർ കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ നിമിഷം മുതൽ. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി പുത്തരിക്കണ്ട മൈതാനത്ത് ഒരു മാസം നീണ്ടുനിന്ന പ്രതിപക്ഷ നേതാവിന്റെ ജാഥ, പ്രതിപക്ഷ നേതാവിന്റെ പൊതുയുഗ യാത്ര, ആ യാത്രയിലുള്ള ടീമിന്റെ ഒരു ഒറ്റക്കെട്ടും ആ ടീമിന്റെ ഒരു സ്പിരിറ്റും ഒക്കെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നതായിരുന്നു സമാപനം ഇന്നലെ പുത്തരിക്കണ്ട മൈതാനത്ത് നമ്മൾ കണ്ടതും. രാഹുൽ ഗാന്ധി നേരിട്ടെത്തി ഇതിന് ഉദ്ഘാടനം ചെയ്തതും വേണ്ട പ്രചോദനം എല്ലാവർക്കും നൽകിയതും. ഇന്നു മുതൽ തന്നെ അവർ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമ രൂപത്തിലാക്കുക. കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ ഏറെക്കുറെ തുടങ്ങിയിരുന്നു. പക്ഷേ പലയിടത്തും തർക്കങ്ങളൊക്കെ ഉടലെടുത്ത് വരികയാണ്. കാരണം കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം അതാണ്. എത്ര തന്നെ ഐക്യം പറഞ്ഞാലും ഈ അവസാനമൊക്കെ ആകുമ്പോൾ ചില തർക്കങ്ങൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ ചൊല്ലിയും അധികാരങ്ങളെ ചൊല്ലിയും എപ്പോഴും തർക്കങ്ങൾ പരസ്യമായി ആദ്യമേ ഉടലെടുക്കുന്നത് കോൺഗ്രസ് ആണ്. അത് ഇത്തവണയും വലിയ രീതിയിൽ, പഴയതുപോലെയൊന്നും വലിയ രീതിയിൽ ഇല്ല എങ്കിൽ പോലും ചെറിയ തർക്കങ്ങൾ വലിയ തന്നെ പലയിടത്തും ഉണ്ട്. അത് ചെറിയ അതിന്റെ തോത് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ആ തർക്കങ്ങൾ ഉള്ളിടത്തൊക്കെ അത് ഒരു വലിയ രീതിയിലൊരു കലാപമായി മാറാതിരിക്കാനുള്ള ശ്രമം നേതാക്കൾ ഇടപെട്ട് നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അനുനയ ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ഈ പരസ്യമായി തന്നെ ഒരു വിഴുപ്പടക്കലിലേക്കൊന്നും പോയി അതിൻ്റെ ഒരു പ്രതിച്ഛായ കളയാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മാത്രമല്ല എത്രയും വേഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. മധുസൂദൻ മിസ്ത്രി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുകയാണ്. 2 ദിവസം അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്യുന്നു. കാരണം ആ 2 ദിവസത്തിനുള്ളിൽ തന്നെയും ഇവർക്ക് ആ അന്തിമമായ പട്ടിക, ഒന്നാം ഘട്ട പട്ടിക മിക്കവാറും 2 ഘട്ടമോ അല്ലെങ്കിൽ 3 ഘട്ടമോ ആയി പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ആദ്യഘട്ട പട്ടിക ഒരു 40ഓളം പേരെ പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഈ 40ഓളം പേര് സിറ്റിംഗ് MLA മാർ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരുടെയൊക്കെ പ്രമുഖർ ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും, ഏതൊക്കെ സീറ്റുകളിലായിരിക്കും എന്നതൊക്കെ തന്നെ ഈ ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ പാലക്കാട് ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ ഉണ്ടാവുകയില്ല എന്നും പറയുന്നു. കാരണം പാലക്കാട് രമേശ് പിഷാരടി ഏറെക്കുറെ ഉറപ്പിച്ചെങ്കിൽ പോലും അതിനൊരു അന്തിമ തീരുമാനമൊക്കെ തന്നെ ഈ മധുസൂദൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഇന്ന് CPI-യുടെ നേതൃയോഗങ്ങൾ കൂടി ചേരുകയാണല്ലോ. അപ്പം ഈ CPI-എമ്മിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസും RJD-യും ഒക്കെ അവർക്ക് ആവശ്യമുള്ള സീറ്റുകളിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. തീർച്ചയായും അഖില, ഈ UDF സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ പ്രശ്നങ്ങളൊക്കെ തന്നെയും CPM-ൽ ഒഴിഞ്ഞു മാറിയിട്ടില്ല. കാരണം CPI ഈയിടെ തന്നെ ഇന്ന് നേതൃയോഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിലൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചേരുകയാണ്. അതിനകത്ത് വലിയ തർക്കമില്ല. കാരണം 25 സീറ്റുകളാണ് അവർ കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണ 25 സീറ്റുകളാണ്. പക്ഷേ ടേം വ്യവസ്ഥയൊക്കെ അവർ കർശനമാക്കുന്നുണ്ട്. 3 ടേം കർശനമാക്കി 6 സിറ്റിംഗ് MLA-മാർ ഇത്തവണ പട്ടികയിൽ ഉണ്ടാവില്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞ് അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ 2 ടേമുള്ള ചില പ്രമുഖർക്ക് 2 ടേമിൽ ഇളവ് നൽകണം എന്നൊരു ആവശ്യമുണ്ട്. അവർ ഇത്തവണ എന്തായാലും മത്സരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ UDF-ലേക്ക് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി ചർച്ചകളൊക്കെ തന്നെ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നു. അത് കേരള കോൺഗ്രസ് ആണ്. അദ്ദേഹം കുറ്റ്യാടി സീറ്റ് 13ാമത്തെ സീറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ച് കുറ്റ്യാടി കൊടുക്കാമില്ല, മറ്റേതെങ്കിലും സീറ്റ് കൊടുക്കാനും തൽക്കാലം നിർവാഹമില്ലെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ RJD-യിൽ ഇപ്പോൾ നിലവിൽ 3 ആണ്. അവർക്ക് 3 കൂടി അധികം വേണമെന്ന് അവർ പറയുകയാണ്. അവിടെ പാർട്ടിക്കുള്ളിൽ വലിയ സമ്മർദ്ദമാണ് RJD. അല്ലെങ്കിൽ RJD സുരേന്ദ്രപിള്ളയുടെ നേതൃത്വത്തിൽ പിളർപ്പിലേക്ക് പോവുകയാണ്. 3 സീറ്റ് അധികമായി വേണം. അത് കിട്ടിയില്ലെങ്കിൽ പിളർന്ന് UDF-ലേക്ക് പോകാൻ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. എന്നാൽ ഇടതുമുന്നണിയാകട്ടെ CPM ആകട്ടെ 3 സീറ്റിൽ 1 സീറ്റ് പോലും അധികം നൽകാനാവുകയില്ല എന്ന് RJD പറഞ്ഞും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഘടകകക്ഷികളിൽ നിന്ന് വലിയൊരു സമ്മർദ്ദമൊക്കെ CPM നേരിടുന്നുണ്ട്. കോൺഗ്രസിന്റെ ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ LDF-ഉം അതേ പ്രതിസന്ധി ഉഭയകക്ഷി ചർച്ചകളൊക്കെ നേരിടുകയാണ്. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഇടതുമുന്നണിയാലും വലതുമുന്നണിയാലും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഏറെക്കുറെ തീരുമാനമാവുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് അഖില.